ഇതാണ് എൻ്റെ സിമ്പിൾ വണ്ണ്. ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം നവംബർ 1 എടുത്താണ് വണ്ടി. എറണാകുളം കൊച്ചിയിലുള്ള ചക്കരപ്പറമ്പ് ഷോറൂമിൽ നിന്നാണ് എടുത്തത്. ഞാനിത് 2021 മാർച്ചിൽ ബുക്ക് ചെയ്തതാണ്. അതിനുശേഷം കുറേ വെയിറ്റ് ചെയ്ത് കിട്ടുമില്ലെന്ന് ഡൗട്ട് അടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഏതര എടുക്കാമെന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് കൊച്ചിയിൽ ഷോറൂം തുറക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ നേരെ കൊച്ചിയിൽ പോയി അവനെ കോണ്ടാക്ട് ചെയ്ത് വണ്ടി നേരത്തെ 1947 രൂപ കൊടുത്തിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 2022 മാർച്ചിൽ. അപ്പോൾ ആ എമൗണ്ട് വീണ്ടും ഒരു 5000 ബുക്കിംഗ് എമൗണ്ട് ചെയ്താൽ പെട്ടെന്ന് ഫസ്റ്റത്തെ 40 വണ്ടി വരുന്ന ഫസ്റ്റ് ബാച്ചിലുള്ള 40 വണ്ടിയിൽ ഒരു വണ്ടി എനിക്ക് തരാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ബുക്ക് ചെയ്തു. പെട്ടെന്ന് തന്നെ എനിക്കവർ വണ്ടി അലോക്കേറ്റ് ചെയ്തു. വണ്ടി വിത്തിൻ 1 വീക്ക് അവർ ഫുൾ പേയ്മെൻറ്റ് ചെയ്താൽ രജിസ്ട്രേഷൻ ചെയ്ത് തരാമായിരുന്നു. അങ്ങനെ ഞാൻ പോയി ഫുൾ പേയ്മെൻറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്തു. ഫസ്റ്റത്തെ ഒരു 10 വണ്ടിൻ്റെ ഉള്ളിലൊരു വണ്ടി എനിക്ക് ഡെലിവറി ചെയ്തു. അവർ അങ്ങനെ മാസമായിട്ടുള്ള ഡെലിവറിയും കാര്യങ്ങളും ചെയ്യുന്നില്ല. അവർ സെക്കൻഡ് ഫേസിലാണ് അങ്ങനെ മാസമായിട്ടുള്ള ഡെലിവറി ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അവർ ഫസ്റ്റ് ബാച്ച് വണ്ടികൾ ഓൾറെഡി പെട്ടെന്ന് ബുക്കിംഗ് കഴിഞ്ഞ കാരണം ഇനി ബുക്ക് ചെയ്തവർക്ക് 2 വീക്സ് വെയിറ്റിങ്ങിലാണ്. 2 വീക്സ് കഴിഞ്ഞാലാണ് വണ്ടി ഡെലിവറി ചെയ്യുള്ളൂ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് എല്ലാ കളറും അവൈലബിൾ ആണ്. ഇതിൽ 4 വേരിയൻ്റാണ് വരുന്നത്. സിമ്പിൾ 1, സിമ്പിൾ 1X, സിമ്പിൾ .1, സിമ്പിൾ .1X. അതിൽ സിമ്പിൾ 1ൽ 212 കിലോമീറ്റർ IDC റേഞ്ച് പറയുന്നത്. 5.5 കിലോ വാട്ട് ബാറ്ററി എന്നാണ് പറയുന്നത്. പക്ഷേ 5.4 ഉണ്ട്. ആ 4%, 5% അവർ ബാക്കപ്പായിട്ട് നിർത്തിയിരിക്കുകയാണ്. അത് ഫുള്ള് ബാറ്ററി ഡ്രെയിൻ ആവാണ്ടിരിക്കാൻ ചെയ്തിരിക്കുകയാണ്. പിന്നെ വണ്ടി ബെൽറ്റ് ഡ്രൈവാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാം, ബെൽറ്റ് ഡ്രൈവാണ് വരുന്നത്. മോണോഷോക്ക് സസ്പെൻഷനാണ്. മോട്ടർ ഇവിടെ വരുന്നത് അലൈവിലാണ്. ഡിസൈൻ വൈസ് എല്ലാം എനിക്കിന്ന് വളരെ നന്നായി തോന്നി. വണ്ടി ഒരു വലിയ വണ്ടിയാണ്. ഞാൻ 5.7 ആണുള്ളത്. പക്ഷെ അത് ഇതിൽ കയറിയിരിക്കുമ്പോൾ എൻ്റെ കാല് ഫുള്ളായിട്ട് നമുക്ക് പ്രസ് ചെയ്ത് താഴ്ത്തി വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മളൊന്ന് ഇങ്ങനെ പൊന്തി നിൽക്കണം. ഇത് ഡിസ്ക് ബ്രേക്കാണ് വണ്ടിയിൽ വരുന്നത്. ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കാണ്. CBS ആണ്. കോമ്പി ബ്രേക്കിംഗ് സിസ്റ്റമാണ്. ബ്രേക്കൊക്കെ ഭയങ്കര പവർഫുള്ളാണ്. അതുപോലെ വണ്ടി ഇവിടെ ഒരു ഫിക്സഡ് ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ ഡിസ്ക് ബ്രേക്ക് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്ക് ബ്രേക്ക്, ഫ്രണ്ടിലും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ലൈറ്റുകളെല്ലാം LED ആണ് വരുന്നത്. 2 ഡേ ടൈമിൽ ഈ ടോപ്പിലത്തെ ഈ 2 ലൈറ്റും വർക്ക് ചെയ്യും. ഈ ലൈറ്റ് ഇതിലത്തെ ഒരു ലൈറ്റും കത്തിക്കൊണ്ടിരിക്കും. പിന്നെ മിറേഴ്സ് നല്ല സ്റ്റൈലിഷ് മിററാണ് വരുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ഫ്ലെക്സിബിലിറ്റി ഉള്ള മിറേഴ്സാണ്. ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും ചെയ്യുക. ഇതാണ് അതിൻ്റെ ഒരു നോർമലായിട്ടുള്ള ഒരു സ്റ്റൈല്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊരു ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്തിട്ട് ഒരു സ്പോർട്സ് ടൈപ്പ് ആക്കുകയും ചെയ്യാം. വണ്ടി കാണാൻ നല്ല ലുക്കാണ്, നല്ല ഹൈറ്റാണ്. അതുപോലെ ഇതാണ് ഒരു എയർ വെൻറ്റ് സിസ്റ്റം. ഇത് കൂടെയാണ് ബാറ്ററി കൂളിംഗ് സിസ്റ്റം. ഇത് കൂടെ എയർ പാസ് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിലൂടെ എയർ ഔട്ടാവുന്ന പറഞ്ഞത്. അപ്പോൾ ആ ഒരു നോർമൽ കൂളിംഗ് സിസ്റ്റത്തിലാണോ അതാണ് ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം എന്നാണ് അവർ പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല. അതുവരെ എനിക്ക് ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂവിൽ യാതൊരു ഇഷ്യൂ ഇത്ര സമയത്ത് എനിക്ക് വന്നില്ല. ഇത്ര സമയം പറഞ്ഞാൽ ഞാൻ അധികം ഒന്നും ഓടിച്ചിട്ടില്ല. ഒരു 460 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. ഇതാണ് അതിൻ്റെ സ്ക്രീൻ ഇങ്ങനെ വരിക. അപ്പോൾ ഞാൻ ടോട്ടലി 467 കിലോമീറ്ററാണ് ഓടിച്ചത്. നാല് മൂഡുള്ളത്: എക്കോ, റൈഡ്, ഡാഷ്, സോണിക്. ഇപ്പോൾ സ്ക്രീനിൽ നമുക്ക് കാണാം വണ്ടീൻ്റെ വെഹിക്കിൾ ഡീറ്റെയിൽസ്, ഓണറിൻ്റെ പേര്, ഡ്രൈവിംഗ് ലൈസൻസ് സർട്ടിഫിക്കറ്റ്, വെഹിക്കിൾ ഇൻഷുറൻസ് ഒക്കെ ഇതിൽ നമുക്ക് സേവ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പേര്, വണ്ടീൻ്റെത്, വണ്ടി നമ്പർ, VIN നമ്പർ, അതുപോലെ മൈ വെഹിക്കിളിൽ മെയിൻ ബാറ്ററീൻ്റെയും പോർട്ടബിൾ ബാറ്ററീൻ്റെയും ചാർജിങ് ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. എത്ര കിലോമീറ്റർ കവർ ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. ഒരു ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ നിലവിൽ അതിൻ്റെ സെൻസർ ഫിറ്റ് ചെയ്തിട്ടില്ല. ഫിറ്റ് ചെയ്താൽ ഇതിൽ അതിൻ്റെ ടയർ പ്രഷർ കാണിക്കും. ഇത് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനുള്ള കോസ്റ്റമൈസിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബ്രൈറ്റ്നസ് ഒട്ടും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ കണക്ടിവിറ്റി ഇപ്പോൾ ആക്റ്റീവ് അല്ല. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നാൽ മെസ്സേജസ്, ഇൻകമിങ് കോൾസ്, പ്ലേ മ്യൂസിക് ഇതൊക്കെ എല്ലാം വർക്ക് ചെയ്യും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയിൽ. പിന്നെ എമർജൻസി കോൺടാക്ട് നമ്പറും വിസിറ്റ് ഇൻഫർമേഷൻ. അതുപോലെ ഗൂഗിൾ മാപ്പ് വരുന്നുണ്ട്. അതിപ്പോൾ ആക്റ്റീവ് അല്ല. അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ആക്റ്റീവ് ആവും. അപ്പോൾ അതിൽ ഒരു ജിയോൻ്റെ സിമ്മുണ്ട്. അത് ആക്ടിവേഷൻ ആയിട്ടില്ല. ജസ്റ്റ് സിമ്മ് കാണിക്കുന്നുണ്ട്. അത് ആക്ടിവേഷൻ ആയാൽ
ആപ്പും വർക്ക് ചെയ്യും. പിന്നെ സ്വിച്ചസൊക്കെ നല്ല ഹൈ ക്വാളിറ്റി സ്വിച്ചുകളാണ്. സ്വിച്ചൊന്നും ഒരു പ്രശ്നമില്ല. നല്ല ഇൻഡിക്കേറ്റർ സൗണ്ടാണ്. ഓണ്. ഇത് മൂഡ് അപ്പ് ചെയ്യണത്, മൂഡ് ഡൗൺ ചെയ്യണത്, വോളിയം അപ്പ്, വോളിയം ഡൗൺ. ഇത് ക്രൂയിസ് കൺട്രോൾ സ്വിച്ചാണ്. ഇത് റിവേഴ്സ് മോഡുള്ള സ്വിച്ചാണ്. ഇത് മോട്ടർ സ്റ്റാർട്ട് ഓൺ ഓഫ് സ്വിച്ചാണ്. സീറ്റ് കവർ ഞാൻ അഡീഷണൽ ചെയ്തതാണ്. ഇതിൻ്റെ ഒറിജിനൽ സീറ്റ് കവർ ഇതാ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാം. ഇങ്ങനെ ഈ ടൈപ്പിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് ഒക്കെ വന്നിട്ടുള്ളതാണ്. ഞാൻ അഡീഷണൽ മുകളിൽ സീറ്റ് കവർ ചെയ്തതാണ്. ഇത് ബാക്കിലത്തെ ഗ്രാബ് റെയിലാണ്. നല്ല പവർഫുള്ളാണ്. ഇത് ബാക്കിലത്തെ ഡിസൈൻ, ലൈറ്റിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരുന്നത്. ഇതാണ് ബാക്കിൽ കാണുന്നത്. ടയർ 1992 ടയറിൻ്റെ സൈസ് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോണോഷോക്ക് സസ്പെൻഷനാണ്. സസ്പെൻഷനെല്ലാം സൂപ്പറാണ്. ഞാൻ അങ്ങനത്തെ ഓടിച്ച വണ്ടികളിൽ ഏറ്റവും നല്ല സസ്പെൻഷനാണ്. അതുപോലെ നമ്മുടെ ഒരു സുഹൃത്ത് ശ്യാം വിഷ്ണോദ് വ്ളോഗർ, മൂപ്പര് വന്നിട്ട് ഈ വണ്ടി റിവ്യൂ ചെയ്തിരുന്നു. മൂപ്പരും പറഞ്ഞു നല്ല സൂപ്പർ സസ്പെൻഷനാണ് എന്നാണ് പറഞ്ഞത്. മൂപ്പര് കുറച്ച് റൈഡ് ചെയ്തപ്പോൾ മൂപ്പരിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞത് നല്ല സൂപ്പർ സസ്പെൻഷനാണെന്ന് പറഞ്ഞത്. ഇതാണ് ഇതിൻ്റെ നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ കാണുന്ന വ്യൂ. ഇത് ഞാനിപ്പോൾ മിറർ ഒരു സ്പോർട്സ് ടൈപ്പിലാക്കിയിട്ടിട്ട കാരണം ഈ ലുക്കാണ് വരിക. കീ ഇത് ഓണ് സ്വിച്ച് ഇവിടെ വരുന്നത്. അത് ജസ്റ്റ് കീ ഓൺ ചെയ്തിട്ട് ഈ സ്വിച്ച് പുഷ് ചെയ്താൽ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് ഓണാവില്ല. സ്റ്റാൻഡ് കെട്ടിയാൽ മാത്രമാണ് ഇത് ഓൺ ആവുള്ളൂ, ഇഞ്ചിൻ മോട്ടർ ഓൺ ആവുള്ളൂ. ഇത് അതുപോലെ ഡിക്കി ഓപ്പൺ ആക്കുന്ന ജസ്റ്റ് ലെഫ്റ്റിക്ക് പുഷ് ചെയ്താൽ ഡിക്കി ഓപ്പൺ ആവും. 30 ലിറ്ററാണ് ഡിക്കി സ്പേസ് വരുന്നത്. ഇത് പോർട്ടബിൾ ബാറ്ററിയാണ്. ഇത് ബാറ്ററി നമ്മൾ ജസ്റ്റ് ഇത് പുഷ് ചെയ്തിട്ട് ഇത് വലിച്ചാൽ മുകളിലേക്ക് എടുക്കാം, പോർട്ട് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഇത് ചാർജിങ് പോർട്ട് ഇവിടെ വരുന്നുണ്ട്. ഇതിൽ ചാർജ് ചെയ്യുമ്പോൾ ഫിക്സഡ് ബാറ്ററിയും അതുപോലെ പോർട്ടബിൾ ബാറ്ററിയും ഒരുമിച്ച് ചാർജ് ആവുക ചെയ്യുക. ഫ്യൂച്ചറിൽ ഇതിന് എക്സ്ട്രാ ചാർജർ വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് പേയ്മെൻറ്റ് ചെയ്ത് വാങ്ങേണ്ടി വരും. ഇതാണ് അതിൻ്റെ ചാർജർ വരുന്നത്. ഒരു ചാർജറും കമ്പനി തരുന്ന ഹെൽമെറ്റും ഇതിൽ കറക്റ്റായിട്ട് ഇരിക്കും. ക്ലോസ് ചെയ്താൽ കറക്റ്റായിട്ട് അതിൽ ഫിക്സഡ് ആയിട്ടിരിക്കും. ഇത് പറഞ്ഞ പോലെ ഇതിവിടെ ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് ഒരു ഹുക്ക് വരുന്നുണ്ട്, ഒരു 7 kg ഹോൾഡ് ചെയ്യുന്ന പറഞ്ഞത്. ഇത് സ്പീക്കറാണ്. സൈഡ് സ്റ്റാൻഡാണ് വരുന്നത്. സെൻറ്റർ സ്റ്റാൻഡ് ഇല്ല ഇപ്പോൾ നിലവിൽ. പിന്നെ സാരി ഗാർഡ് വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോകളൊക്കെ ആയിട്ട് എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ മറ്റുള്ള ഫ്യൂച്ചറിൽ വരുന്ന എല്ലാ ഡീറ്റെയിൽസും ഇതിലിടുന്നതാണ്. ഒരു കുറച്ച് കിലോമീറ്റർ കൊണ്ട് കഴിഞ്ഞ് നെക്സ്റ്റ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതിൽ കൂടുതൽ ഡീറ്റെയിൽസും റേഞ്ച് സംബന്ധമായ ഡീറ്റെയിൽസ്, എത്ര റേഞ്ച് എനിക്ക് കിട്ടുന്നുണ്ടെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇടാം. ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അത് പറയാറായിട്ടില്ല. കുറച്ച് കിലോമീറ്റർ ഓടിയാൽ മാത്രമാണ് എത്ര റേഞ്ച് കറക്റ്റായിട്ട് വരുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു കണക്ക് ഇപ്പോൾ എനിക്കറിയാം, പക്ഷെ അത് ഒന്നും കൂടി ഫൈനലൈസ് ചെയ്തിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.